ചരിത്ര പ്രാധാന്യമുള്ള ബ്രിട്ടീഷ് നിർമ്മിത വണ്ടിപ്പെരിയാർ പഴയപാലം കാടുകയറി നശിക്കുന്നതിന് പരിഹാരം കാണണമെന്ന ചരിത്രകാംക്ഷികളുടെയും രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകരുടെയും ആവശ്യങ്ങൾക്കും ഇടുക്കി ലൈവ് ചാനലിന്റെയും പത്രവാർത്തകളുടെയും അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ പാലം കാടുകൾ വളർന്ന് നശിക്കുന്നുവെന്ന പരാതികൾക്ക് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ദേശീയപാത വിഭാഗം പാലത്തിലെ മേൽക്കാടുകൾ മാത്രം വെട്ടിയൊതുക്കിയുള്ള നടപടികൾക്കെതിരെ വ്യാപക ആക്ഷേപം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച 128 വർഷത്തോളം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള വണ്ടിപ്പെരിയാർ പഴയപാലം കാടുകൾ കയറി നശിക്കുന്നതിൽ നിന്നും കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ മാത്രമല്ല പാലത്തിന്റെ കൽപ്പടവുകളിൽ കടന്നുകയറുന്ന വേരുകൾ മൂലം പാലത്തിന്റെ സുർക്കി നിർമ്മിത കൽക്കെട്ടുകൾക്ക് ഇളക്കം സംഭവിച്ച് പാലത്തിൽ നാശത്തിലേക്ക് നയിക്കുന്ന പരാതിയും വാർത്തയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ലൈവിലൂടെയും പത്രങ്ങളിലൂടെയും പുറത്തു വന്നിരുന്നത്. എന്നാൽ ഈ ആവശ്യകതകളുടെ പ്രാധാന്യത്തെ മുഖവിലക്കെടുക്കാതെ പാലത്തിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ആൽമര ഇനത്തിൽപ്പെട്ട ചെടികൾ അടക്കമുള്ളവയുടെ മേൽഭാഗം മാത്രം വെട്ടിയൊതുക്കിയുള്ള പ്രഹസനം മാത്രമാണ് നടത്തുന്നത് എന്നുള്ള ആക്ഷേപമാണ് വ്യാപകമാവുന്നത്. പാലത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന ആൽമര ഇനത്തിൽപ്പെട്ട ചെടികൾ വെട്ടി നശിപ്പിക്കുന്നതോടൊപ്പം ഇവയുടെ നശീകരണത്തിന് കളനശീകരണി ഉൾപ്പെടെയുള്ള കളനാശിനി ഉപയോഗിച്ച് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് പകരം പാലത്തിൽ വളർന്ന കാടുകൾ വെട്ടി നശിപ്പിച്ചുവെന്ന പ്രഹസന പ്രവർത്തനം മാത്രമാണ് ദേശീയപാത വിഭാഗം നടത്തിയത്. പീരുമേട് താലൂക്കിന്റെ ചരിത്രത്താളുകൾക്കൊപ്പം ചരിത്ര സ്മാരകമായ വണ്ടിപ്പെരിയാർ പഴയപാലത്തിന് കാലപ്പഴക്കത്താൽ നേരിടുന്ന നാശത്തിലുപരി അധികൃതരുടെ അനാസ്ഥ മൂലമുണ്ടാവുന്ന നാശത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പാലം സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം. 16 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന. പഴയ മുറിവുകൾ, അൾസർ, വെരിക്കോസ്, നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ. ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു. ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്.